ഓക്കെ. ഇത് ഇന്നലെ ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു. ആ ട്രേഡിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ബ്രേക്ക് ഡൗൺ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. ഓക്കെ. ഇത് സോളി യുഎസ്ഡിടി പർപ്പസിന്റെ 1 അവർ ബൈനാൻസ് ചാർട്ടാണ്. ക്രിപ്റ്റോ കറൻസി ചാർട്ടാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ 1 അവർ ആണ് എൻ്റെ ബയാസ് അല്ലെങ്കിൽ എൻ്റെ മെയിൻ ടൈം ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബയാസ് നോക്കുന്ന ടൈം ഫ്രെയിം 1 അവർ ആണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് കാണുന്ന 2 ബ്രേക്കോ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. ബ്രേക്കോ സ്ട്രക്ചർ 1 അവറിലത്തെ ബ്രേക്കോ സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഞാൻ മാർക്കറ്റിൽ എൻ്റർ ആവുന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രേക്കോ സ്ട്രക്ചർ ഇതാണ്. ദെൻ നമുക്കൊരു സ്വിംഗ് ലോ കൺഫേംഡ് ആണ്. സ്വിംഗ് ലോ കൺഫേം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത പോയിന്റ്, ദെൻ ബ്രേക്ക് ചെയ്ത പോയിന്റിലത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് സ്വിംഗ് ലോ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഒരു റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിബ് വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഫിബ് എന്തിനാ വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രൈസിന്റെ വാല്യൂവിനെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫിബ് വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ട്രേഡിന്റെ ഡയറക്ഷനും കൂടി എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു ഫിബിലൂടെ മനസ്സിലാക്കും. അതായത് ഫിബ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈസിന്റെ പ്രീമിയം അതുപോലെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിനെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നേരെ ഫിബ് വരച്ചു. നേരെ എന്ത് ചെയ്തു, എൻ്റെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഓക്കെ. അപ്പോൾ ആ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ പറയത്തക്കവണ്ണം വലിയ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഓൾറെഡി നിൽക്കുന്ന ഈ ഒരു ലിക്വിഡിറ്റി ആണ്. അത് ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ദെൻ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ഈ ഒരു ഏരിയ എന്ത് ചെയ്തു, അതും മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്തെങ്കിൽ പോലും പ്രൈസ് വലിയൊരു രീതിയിൽ എന്ത് ചെയ്തില്ല, ഇവിടെ ഒരു റിയാക്ഷൻ എനിക്ക് തന്നിട്ടില്ല. തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഓക്കെ. ഇവിടെ 5 മിനിറ്റിലാണെങ്കിൽ പോലും ഈ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം വലിയൊരു റിയാക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി ആണെങ്കിൽ പോലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഡയറക്ഷനിലേക്കുള്ള ഒരു എൻട്രിയിലേക്കുള്ള ഇതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ ഇവിടെ ഉള്ളത് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അവിടെയും നമുക്കൊരു റിജക്ഷൻ തന്നു. പിന്നെയുള്ള ബാക്കിയുള്ള കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇവിടെയും തന്നിട്ടില്ല. ദെൻ പ്രൈസ് നേരെ എന്ത് ചെയ്തു, നമ്മുടെ നിൽക്കുന്ന ഓൾറെഡി 1 അവറിൽ നിൽക്കുന്ന സ്വിംഗ് ലോ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തോട് കൂടിയിട്ട് മനസ്സിലായി, കാരണം ഇനി മാർക്കറ്റ് എന്താണ്, ഒരു ഡൗൺ ട്രെൻഡ് ഫേസിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ദെൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ നമുക്കിവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ, ആ ബ്രേക്കോ സ്ട്രക്ചർ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അതെന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി അപ് ട്രെൻഡിലേക്ക് പോയിരുന്ന ഫേസ് ആണ് അല്ലേ. ബ്രേക്കോ സ്ട്രക്ചർ മുകളിലേക്ക് പോയി തന്നു. ദെൻ അഗെയിൻ വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ മുകളിലേക്ക് വന്നു. ദെൻ എന്ത് ചെയ്തു, സ്വിംഗ് ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് എന്താണ്, ഇനി താഴത്തോട്ടാണ്, ഡൗൺ ട്രെൻഡ് ആണ് എന്ന് മനസ്സിലായി. ഓക്കെ. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോ ക്രിയേറ്റ് ചെയ്ത പോയിന്റ്, ബ്രേക്ക് ചെയ്ത പോയിന്റ്, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആണ് എന്ത് വരുന്നത്, സ്വിംഗ് ഹൈ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ. ഓക്കെ. ഇതാണ് നമ്മുടെ സ്വിംഗ് ലോ വരുന്നത്. ഓക്കെ. ഇത് നമ്മുടെ സ്വിംഗ് ഹൈ. ഓക്കെ. അപ്പോൾ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ നമുക്ക് ബ്രേക്ക് ചെയ്തല്ലോ. അതിനുശേഷം ഈ ഒരു ഏരിയ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻട്രി എടുക്കുന്നത്. കാരണം ഇതൊരു ഡിസ്കൗണ്ടഡ് ഏരിയ ആണ്. പ്രീമിയം ഏരിയ ആണ്. സോറി, പ്രീമിയം ഏരിയ ആണ്. അണ്ടർലൈൻ ചെയ്ത് പറയാണ്, പ്രീമിയം ഏരിയ ആണ്. പ്രീമിയം ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രീമിയം ഏരിയയിൽ ഞാൻ നോക്കുമ്പോൾ 50 മിനിറ്റിൽ കേട്ടോ, സോറി 50 മിനിറ്റ്, ഞാൻ നേരത്തെ 5 മിനിറ്റിലാണ് വരച്ചത്. അപ്പോൾ ഇവിടെ 15 മിനിറ്റിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. ഈ ഒരു ബ്ലാക്ക് കാൻഡിൽ മാത്രമായിട്ട് കൺസിഡർ ചെയ്യാം, ബിഫോർ ബൈയിങ് കാൻഡിലും കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് വരുന്ന റിയാക്ഷൻ അനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എടുക്കുന്നത്. ഓക്കെ. നേരെ ഞാൻ 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. 5 മിനിറ്റിൽ നമുക്ക് ഇവിടെ നമുക്കൊരു റിജക്ഷൻ കാൻഡിൽ ഉണ്ട് അല്ലേ. ഒരു റിജക്ഷൻ കാൻഡിൽ ഉണ്ട്. ദെൻ നമുക്കൊരു ബീറിഷ് കാൻഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന് പുറമെ തന്നെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ. ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ CSD എന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ.
5 മിനിറ്റ് CSD. ഓക്കെ. അപ്പോൾ ഇത് 5 മിനിറ്റ് എന്ന് പറയുന്നത് എൻ്റെ മീഡിയം ടൈം ഫ്രെയിം ആണ്. അതുകൊണ്ട് തന്നെ CSD കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ എൻട്രി വെക്കുന്നത് CSDയിൽ തന്നെയാണ്. അതായത് CSD തന്ന ഏരിയയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എൻട്രി വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എൻ്റെ എൻട്രി ടൈം ഫ്രെയിം ശരിക്കും വരുന്നത് 1 മിനിറ്റ് ആണ്. ഓക്കെ. ഒരുപാട് പോയിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇത് ഇന്നലെ എടുത്ത ട്രേഡാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേറെ ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് നമുക്ക് വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഈ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്തത്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലോയിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഈ ലോ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 5 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി നോക്കിയിട്ടാണ്. ഓക്കെ. ലാസ്റ്റ് ലിക്വിഡിറ്റി ഞാൻ ഈ ഒരു ബോഡിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.14 RR ആണ് നമുക്ക് ഇതിൽ കിട്ടിയത്. ഈ ട്രേഡ് എൻ്റർ ആയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറോളം 2 മണിക്കൂർ 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാൻ. കാരണം ഇത് സൺഡേ ആയതുകൊണ്ട് വോളിയം കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടൈം സ്കാൽപ്പ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എടുക്കാറുണ്ട്. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോ ഇഷ്യൂസ്. അത്രേ ഉള്ളൂ. താങ്ക് യു.